ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹാജു എഡിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വസ്ഥതയും സമാധാനവും. മാതൃത്വത്തോടുള്ള സ്നേഹം എല്ലാ സ്ത്രീകളിലും സ്വാഭാവികമായി നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ അവർ സന്തുഷ്ടരാവുകയും അവരുടെ ഉള്ളു കുളിർക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചില ആശങ്കകളും അസ്വസ്ഥതകളും അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയും ചെയ്യും. തങ്ങൾ ഗർഭിണിയാണെന്ന ബോധം അവരുടെ മനസ്സിനെ കൂടുതൽ ലോലവും മൃദുലവുമാക്കി തീർക്കുന്നു. ഈ ഘട്ടത്തിൽ ശരിയായ സ്നേഹവും പരിചരണവും നൽകി അവരുടെ മനസ്സിന് ശക്തിയും ഉറപ്പും നൽകേണ്ടത് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ചുമതലയാകുന്നു. മനസ്സമാധാനവും സ്വസ്ഥതയും ചുറ്റുപാടും ഗർഭകാലത്തെ സന്തോഷത്തോടെ തരണം ചെയ്യുന്നതിനും സുഖപ്രസവത്തിനും സ്ത്രീകളെ സഹായിക്കുന്നുവെന്നതും ഒരു വസ്തുതയാണ്. പുരുഷൻ മാത്രം വിചാരിച്ചാൽ തൻ്റെ ഭാര്യയ്ക്ക് മതിയായ സമാധാനവും സ്വസ്ഥതയും നൽകാൻ കഴിയുകയില്ല എന്നതാണ് സ്ഥിതി. ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും ഇക്കാര്യത്തിൽ ഗണ്യമായ പങ്ക് വഹിക്കാൻ കഴിയും. പുരുഷന്മാർ ഇക്കാര്യത്തിൽ പൊതുവെ നിരുപദ്രവകാരികളാണ്. എന്നാൽ ഭർതൃഗൃഹത്തിലെയും മറ്റു ചില സ്ത്രീകളും ഇക്കാര്യത്തിൽ വളരെ തെറ്റായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു കാരണവും കൂടാതെ മരുമക്കളെ അവർ പീഡിപ്പിക്കുന്നു. ഗർഭകാലത്ത് സാന്ത്വനവും പരിചരണവും നൽകുന്നതിന് പകരം അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നു. തൻ്റെ അമ്മായിയമ്മ വിഷമിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൻ്റെ മരുമകളെ ആകുന്നത്ര വിഷമിപ്പിക്കുക എന്നത് തൻ്റെ അവകാശമാണ് എന്ന് പല സ്ത്രീകളും കരുതുന്നത് പോലെ തോന്നും. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അമ്മായിയമ്മയുടെയും നാത്തൂമാരുടെയും ഇത്തരത്തിലുള്ള പെരുമാറ്റം മരുമകളെ വളരെയധികം അലോസരപ്പെടുത്തുകയും അവളിൽ ശാരീരികവും മാനസികവുമായ പല അസ്വസ്ഥതകളും അത് കാരണമായി തീരുകയും ചെയ്യുന്നു. ചിലരുടെ ഗർഭം അലസിപ്പോകുന്നു, മറ്റു ചിലർക്ക് പ്രസവം ദുഷ്കരമായി തീരുന്നു. ഇതൊന്നും അതിശയോക്തികമല്ല. നമ്മുടെ ചുറ്റും സാധാരണ കാണുന്ന അനുഭവ യാഥാർത്ഥ്യങ്ങളാണ്. ഹലോ അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.